നമ്മൾ കണ്ടിട്ട് കുറച്ച് കാലമായെന്ന് തോന്നുന്നു. ഞാൻ പോസ്റ്റ് ചെയ്തിട്ട് രണ്ടാഴ്ചയായി. പക്ഷെ ഞാൻ വീഡിയോ എടുത്തിട്ട് ഓൾമോസ്റ്റ് 3 to 4 weeks ആയി. ഹേ എവ്രിവൺ, വെൽക്കം ബാക്ക്. എന്തുണ്ട് വിശേഷം പീപ്പിൾ? വാട്ട്സ് ഹാപ്പനിങ്? സത്യം പറഞ്ഞാൽ ഞാൻ എല്ലാം മറന്നുപോയി. ഏത് ആംഗിളാണ് ഞാൻ വെക്കാറ്, എങ്ങനെയാണ് വെക്കാറ്, ഇതൊക്കെ. ഐ എം ഗോണ സ്റ്റാർട്ട്. നമുക്ക് ഇനി 1 2 3 തൊട്ട് വീണ്ടും തുടങ്ങാം. സില്ലി. ഇവിടെ നല്ല അടിപൊളി കാലാവസ്ഥ. വിന്ററൊക്കെ തീരാനായി. തിങ്സ് ആർ ഗോയിങ് ടു ബി അടിപൊളി അഗൈൻ. ആൻഡ് it's been busy. Weekends എല്ലാം ഭയങ്കര ബിസി ആയിരുന്നു. സോ ഐ couldn't really take a video. ഒരു ദിവസം എന്തൊക്കെയാണ് ഹാപ്പനിങ് എന്ന് പറയാൻ പറ്റില്ല. സോ ഐ didn't want to take video. I didn't want to. അപ്പോൾ ഇപ്പം ഇനി ഓണാക്കല്ലേ, ഐ വോണ്ട് ഷോ യു ന്യൂസിലൻഡിലെ ഓണം എങ്ങനെയാണ് ആൻഡ് എവറിത്തിങ്. കഴിഞ്ഞ 2 ആഴ്ച മുന്നേ ഞാൻ ന്യൂസിലൻഡിൽ വന്നിട്ട് 2 വർഷമായി. സോ to me it was really like I felt ഭയങ്കര oh my god really അപ്പോൾ it was kind of yeah. Anyways, welcome to another video. Let's do this. So ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഇൻക്ലൂഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഓണസദ്യ. നോട്ട് ഓണസദ്യ, ഞാൻ ഓണസദ്യ ഉണ്ടാക്കുകയല്ല. ഈ ഓണത്തിന് ഒരു പോട്ട്ലക്ക് ഓണസദ്യ ആണ് പരിപാടി. പോട്ട്ലക്ക് ഇസ് ലൈക്ക് എല്ലാവരും ഓരോ ഡിഷ് ഉണ്ടാക്കി കൊണ്ടുവരും, ഓർ എല്ലാവരും ഓരോ ഐറ്റംസ് കൊണ്ടുവരും. എനിക്ക് കിട്ടിയത് പൈനാപ്പിൾ പച്ചടിയാണ്. ഇറ്റ്സ് നോട്ട് ദാറ്റ് ഐ നോ ടു മേക്ക് പൈനാപ്പിൾ പച്ചടി. യൂട്യൂബ് ഉണ്ടല്ലോ. പിന്നെ നമ്മുടെ ഓണം സാരി എല്ലാം പ്രീപ്ലീറ്റ് ചെയ്ത് വെക്കുന്നതായിരിക്കും ആൻഡ് തിങ്സ് ലൈക്ക് ദാറ്റ്. കാരണം ഓണത്തിൻ്റെ ഓണം പരിപാടീൻ്റെ അന്ന് തലേന്ന് ഈ 30-ാം തീയതിയാണ് നമ്മുടെ ഓണപ്പരിപാടി വരുന്നത്. അതായത് മറ്റന്നാൾ ദിസ് വീക്കെൻഡ്. അപ്പോൾ ഐ തോട്ട് ഐൽ ഷോ യു ഗൈസ് ഇവിടുത്തെ ഓണപ്പരിപാടി ഇങ്ങനെയൊക്കെയാണ്. ഐ തിങ്ക് അതൊരു പാർട്ട് 2 വീഡിയോ ആയിട്ടായിരിക്കും ഞാൻ ഇടുന്നത്. ദിസ് ഇസ് മോർ ലൈക്ക് എൻ ഓണം പ്രിപ്പറേഷൻ വീഡിയോ. ഓണം ഷോപ്പിങ്ങും പിന്നെ കഴിഞ്ഞ വർഷം ഇറ്റ് വാസ് സോ ഈസി. കാരണം കഴിഞ്ഞ വർഷം 2 പ്രോഗ്രാം ഉണ്ടായിരുന്നു ഞങ്ങൾക്ക്. ഒന്ന് ഞങ്ങളുടെ ഹവേറ കമ്മ്യൂണിറ്റിയുള്ള ഓണം പരിപാടിയും, പിന്നെ ഞങ്ങളൊരു സ്റ്റേ ബുക്ക് ചെയ്തിട്ട് അവിടെ ഓണം സെലിബ്രേറ്റ് ചെയ്ത ഒരു പരിപാടി ഉണ്ടായിരുന്നു. അപ്പം അങ്ങനെ 2 സാരി ഞാൻ അയൺ ചെയ്യേണ്ടി വന്നിരുന്നു. നോട്ട് അയൺ, പ്രീപ്ലേറ്റ് ചെയ്യേണ്ടി വന്നിരുന്നു. അപ്പോൾ അതൊരു ടാസ്ക് ആയിരുന്നു. ഇറ്റ് ടുക്ക് മീ എ ഹോൾ ഡേ. ബട്ട് ദിസ് ടൈം ഒരു സാരിയേ ഉള്ളൂ, അത് പ്രീപ്ലേറ്റ് ചെയ്യണം. അത് ഈ വർഷം അമ്മ കൊടുത്തുവിട്ട സാരി അയൺ ചെയ്യണം, അത് പ്രീപ്ലേറ്റ് ചെയ്യണം. അതാകുമ്പോൾ പരിപാടിയിൽ അന്ന് രാവിലെ അങ്ങ് എടുത്ത് ചുറ്റി അങ്ങിട്ടാൽ മതി. അല്ലെങ്കിൽ ഐ റിമെമ്പർ ദ ഫസ്റ്റ് ടൈം ഞാനിവിടെ വന്ന സമയത്ത്, മൈ ഫസ്റ്റ് ഓണം, ഞാൻ ന്യൂസിലൻഡിലേക്ക് വന്ന് 1 week or 2 weeks കഴിഞ്ഞ പാടായിരുന്നു ഓണം. 2 weeks കഴിഞ്ഞ പാട് ഓണമായിരുന്നു. അപ്പോൾ ഞാൻ സാരി കൊണ്ടുവന്നിരുന്നു. ആൻഡ് സാരി എടുക്കാൻ ഞാനൊരു മൽപ്പിടുത്തം തന്നെ. അവസാനം അടിയായി. ഞാനും സാരിയും തമ്മിലൊരു യുദ്ധമായിരുന്നു. പിന്നെ എങ്ങനെയൊക്കെയോ വാരിച്ചട്ടി കൊടുത്ത് പോയി. ഫുൾ കുളമായിരുന്നു. അപ്പോൾ നെക്സ്റ്റ് ഇയർ തൊട്ട് ഞാൻ കഴിഞ്ഞ വർഷം ഞാനത് ഫുൾ പ്രീപ്ലേറ്റ് ചെയ്ത് അങ്ങ് പഠിച്ചിട്ട് ഇറ്റ്സ് റിയലി എന്താ പറയുക, വെരി ഹെൽപ്ഫുൾ. നമ്മൾ അന്ന് രാവിലെ ഇത്ര കഷ്ടപ്പെട്ട് ചുറ്റേണ്ട ആവശ്യമില്ല. ഈവൻ ഇപ്പോൾ കല്യാണം ആൻഡ് ഓൾ ഇവരിങ്ങനെ കഷ്ടപ്പെട്ട് ചുറ്റുന്നില്ലല്ലോ, അവരെല്ലാം പ്രീപ്ലേറ്റ് ചെയ്തിട്ടില്ല കൊണ്ട്. ഇപ്പോൾ ഇറ്റ്സ് വെരി കോമൺ പ്രീപ്ലേറ്റ് ചെയ്യുന്നത്. നമുക്ക് സ്വന്തമായിട്ട് ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ. അപ്പം സാരി പ്രീപ്ലേറ്റ് ചെയ്യണം. ആൻഡ് നമ്മുടെ ഓണം ജ്വല്ലറീസ് എല്ലാം ഒന്ന് എടുത്ത് മാറ്റി വെക്കണം. ആക്ച്വലി എല്ലാം ഒന്ന് പ്രിപ്പ് ചെയ്ത് വെക്കണം, എല്ലാ സാധനങ്ങളും. സോ ദാറ്റ് അന്ന് രാവിലെ നമുക്ക് ഒരുപാട് ഡ്രാമ ഇല്ലാതെ നമുക്ക് ഒരുങ്ങാം. യു നോ വാട്ട് ഐ മീൻ. നമ്മുടെ എയർ മാട്രസ് മാറ്റിയതോടുകൂടി ഈ റൂമിൽ വിശാലമായ സ്ഥലമുണ്ട്. പക്ഷേ ദ പ്രോബ്ലം ഇസ് ദാറ്റ് ഈ റൂമിൽ കുറച്ച് വെളിച്ചം കുറവാണ്. ബട്ട് എനിവേസ് ഐ ഷോ യു വിത്ത് ദ നാച്ചുറൽ ലൈറ്റിംഗ്. അപ്പോൾ ഓരോ വർഷത്തെ സാരിയാണ്. I think this works. കണ്ടോ, ഇത് ഞാൻ കഴിഞ്ഞ വർഷം റീപ്ലേറ്റ് ചെയ്ത് വെച്ച സാരിയാണ്. കണ്ടോ, ഇപ്പോഴും അതുപോലെ ഉണ്ട്. ഇത് അഡ്ജസ്റ്റ് ചെയ്യും. ഇതെവിടെയാത്തൊന്നും എനിക്ക് തോന്നുന്നില്ല. ഇതോ മേ ബി സ്കേർട്ടും സാധനങ്ങളും എല്ലാം വരുമ്പോൾ കറക്റ്റായിട്ട് നിൽക്കുമായിരിക്കും. ഇതാ ഈസി പീസി 1 minute സാരി എന്നൊക്കെ പറയൂലേ, ഇത് സാരി റെഡി. ആൻഡ് യു ജസ്റ്റ് ഹാവ് ടു ഫിക്സ് ഇറ്റ്. ഞാൻ ഇത് ഓപ്പൺ ചെയ്തിടായിരുന്നു ചെയ്തത്. ഇപ്രാവശ്യം ഞാൻ തിരുവാതിരക്കില്ല, അതുകൊണ്ട് നമുക്ക് ഇപ്രാവശ്യം ഓപ്പൺ ചെയ്തിടാമെന്ന് വിചാരിക്കുന്നു. ദാറ്റ്സ് ഇറ്റ്. ഈ അടുത്ത സാരി ഞാൻ കാണിച്ചു തരാം.
ഇത് ഞാൻ കോളേജിൽ പഠിക്കുമ്പോൾ കോളേജ് കഴിഞ്ഞപ്പോൾ ഉള്ള ഓണവർഷം വാങ്ങിച്ച സാരിയാ ദിസ് വൺ. ഇതും നമ്മുടെ സാരി റെഡി. കഴിഞ്ഞ വർഷം ഞാൻ സാരി എടുത്ത ഫോട്ടോസ് ഉണ്ടെങ്കിൽ അത് ജസ്റ്റ് ഷെയർ. ഓക്കെ, ഇതിന് ഞാനിട്ട ബ്ലൗസാണ് ദിസ് വൺ. ഈസി പീസി. ഒരു വർഷം മുന്നേ ഞാൻ പ്രീപെയ്ഡ് വെച്ച സാരിയാ. കെൻ യു ബിലീവ്? ഇതാണ് ഈ വർഷത്തെ സാരി വിച്ച് വി നീഡ് ടു ബ്ലൗസ് വായിച്ചിട്ടുണ്ട്. കുറച്ച് കട്ടി കൂടുതലാണെന്ന് തോന്നുന്നു. ഞാൻ തന്നെ വീഡിയോ കോൾ ചെയ്തപ്പോൾ ഞാൻ തന്നെ പറഞ്ഞതാ കേട്ടോ. സോ ഇതാണ് ഈ വർഷത്തെ സാരി. ഗോഡ് നോസ് ഇതൊക്കെ ഞാൻ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യാന്നുള്ളത്. ബിക്കോസ് ലുക്ക് അറ്റ് മീ. വാട്ട് ദിസ് ഇയർ സാരി. ഇതാ പല്ലു വരുന്നത്. Let's see. I'm gonna make a video on my 2-year ജീവിതം in New Zealand. Maybe ഈ ഓണം വീഡിയോ കഴിഞ്ഞിട്ട് ഞാൻ ഷൂട്ട് ചെയ്യുന്ന വീഡിയോ അതായിരിക്കും. ഞാൻ ഈ കഴിഞ്ഞ 2 ആഴ്ചയ്ക്കിടയിൽ ഞാൻ നോട്ട്സ് എല്ലാം ആക്കി വെച്ചിട്ടുണ്ട്. ദ പോയിന്റ്സ് ഐ വാണ്ട് ടു സ്പീക്ക് അപ്പ് ഓർ മൈ എക്സ്പീരിയൻസ്, എനിക്ക് ഉണ്ടായിട്ടുള്ള കൾച്ചറൽ ഷോക്ക്, എനിക്ക് ഉണ്ടായിട്ടുള്ള ഇൻസിഡൻസ്, ദ ഗുഡ്, ദ ബാഡ്, എവറിത്തിങ്. സോ അതിനകത്ത് എന്തെങ്കിലും ഇഫ് യു തിങ്ക് you want me to include അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ comment down below. Yeah. Fast forward. അടുത്ത ദിവസമായി നമ്മുടെ സാരി റീപ്ലേറ്റിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഐ ഡോണ്ട് നോ വെയർ. ഞാൻ കഴിഞ്ഞ് 2 മണിക്കൂറായിട്ട് ഇതിൻ്റെ പിന്നാലെ 2 മണിക്കൂർ മോർ ദാൻ ദാറ്റ്. എന്തോ ആയി. പിന്നെ അവസാനമാണ് ഞാൻ മനസ്സിലാക്കിയത് ആദ്യം നമ്മൾ സാരി അയൺ ചെയ്യണമായിരുന്നു, ഫുള്ളി അയൺ ചെയ്യണമായിരുന്നു. ബട്ട് ഇറ്റ്സ് ഫൈൻ. ഇനി കാണുന്ന ഭാഗം മാത്രം നമുക്ക് അയൺ ചെയ്ത് അഡ്ജസ്റ്റ് ചെയ്യാം. ഐ നീഡ് ടു ഗെറ്റ് മൈ ഐബ്രോസ് ഡൺ. ഞാനിവിടെ ഒരു ത്രെഡിങ്, നല്ലൊരു ഐബ്രോ ത്രെഡിങ് പ്ലേസ് കണ്ടുപിടിച്ചിട്ടില്ല ഇവിടെ. അതുകൊണ്ട് ഞാൻ 2 വർഷമായി ഐബ്രോ ത്രെഡ് ചെയ്തിട്ട്. ഇറ്റ് സൗണ്ട്സ് സ്ട്രേഞ്ച്. Usually only razor which I just shave it off. Or what I do is waxing ഭയങ്കര കോമൺ ആണ്. ഫേസ് വാക്സിങ്, ഐബ്രോ വാക്സിങ്, ഐ വാക്സ്. പക്ഷെ അതെനിക്ക് അത്ര ഇഷ്ടമില്ല. സോ നൗ ഐ ജസ്റ്റ് ഡു ഇറ്റ് ബൈ മൈ സെൽഫ്. പക്ഷെ ഇവിടെ ഉണ്ട് 2-3 സ്ഥലത്ത്. എൻ്റെ 2 മണിക്കൂറത്തെ കലാപരിപാടിയായിരുന്നു അത്. ഐ ഹോപ്പ് ദിസ് ഇസ് ഓക്കെ. ഇത് കഴിഞ്ഞിട്ട് അമലിൻ്റെ മുണ്ട് അയൺ ചെയ്യണം. ഇനി ഇത് ഉടുക്കുന്ന സമയത്ത് ദർ ഇസ് എനി അപ്പ് ആൻഡ് ഡൗൺ അത് നമുക്ക് സ്ട്രെയിറ്റ്നർ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം. സോ ദിസ് ഇസ് ഹൗ ഇറ്റ്സ് ഗോയിങ് ടു ബി. ബാക്കി അടുത്ത വീഡിയോയിൽ കാണാം. ഐ മീൻ ഹൗ ആം ഐ ഗോയിങ് ടു. അയ്യോ, ഈ ഒരു സാധനം ഇങ്ങനെ വരുമോ, അത് ഇങ്ങനെ വരുമോ. കഴിഞ്ഞ വർഷം ഈ പരിപാടി ആദ്യമായിട്ട് ചെയ്യുമ്പോൾ ഭയങ്കര എക്സൈറ്റ്മെന്റ് ആയിരുന്നു. ലോട്ട് ഓഫ് വർക്ക്. ഐ തിങ്ക് സാരി ഡയറക്റ്റ് കൊടുക്കാൻ പോലും ഇത്ര പണിയില്ലെന്ന് തോന്നുന്നു. പിന്നെതാ ഇങ്ങനെ ഇപ്പൊ തൂക്കിയിടുക. The time is 9:30. We haven't done the grocery shopping. നാളെ എനിക്ക് കറിയൊക്കെ വെക്കാനുണ്ട്. Amal got his hair cut. അതിൻ്റെ പ്രഹസനം. അങ്ങനെ സാരി റീപ്ലീറ്റ് ഒക്കെ കഴിഞ്ഞു. ഐ ഹാഡ് ടു മേക്ക് ഡിന്നർ. ഞാൻ ചിക്കനെല്ലാം കട്ട് ചെയ്ത് വെച്ചു. അമൽ അങ്ങനെ ചിക്കൻ കറിയൊക്കെ ആക്കി. അമൽ വന്നു. എന്തൊക്കെയോ ചെയ്യണ്ടല്ലോ അതെല്ലാം ചെയ്ത് തീർത്തു. പൈനാപ്പിൾ പച്ചടി ഉണ്ടാക്കുന്ന സാധനങ്ങളൊക്കെ വാങ്ങാൻ പോവാം. ആൻഡ് നമ്മുടെ വീക്ക്ലി ഗ്രോസറി കൂടെ ഇതിൽ ഇൻക്ലൂഡ് ചെയ്യാം. എന്തായാലും 10 മണിക്കാണ് പൂട്ടുക. വി ഹാവ് ലൈക്ക് 40 minutes. Bago ya galing pag-aawastala. Let's go. So cold. അങ്ങനെ ഞാൻ കുളിയെല്ലാം കഴിഞ്ഞു. I have to eat my lunch. And before that, ഇന്നത്തെ പണിയാണ് ഈ പൈനാപ്പിൾ കട്ട് ചെയ്തിട്ട് നമ്മൾ പൈനാപ്പിൾ പച്ചടിയുടെ പേസ്റ്റ് ഉണ്ടാക്കുന്നത്. ആൻഡ് ബാക്കി തേങ്ങ അരച്ചൊഴിക്കലും സ്പോയിൽ ആവാൻ ചാൻസ് ഉള്ള കേസസ് ആണ് ഈ തേങ്ങ അരച്ചൊഴിക്കുമ്പോഴുള്ളതും തൈര് ഒഴിക്കുന്നതും അതൊക്കെ. അപ്പോൾ ദർ ഇസ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് പൈനാപ്പിൾ പച്ചടി. ഓക്കെ, ഞാൻ യൂട്യൂബ് നോക്കിയപ്പോൾ എനിക്ക് തന്നെ കൺഫ്യൂഷൻ ആയി. ഇത് ഇങ്ങനെ
സോ നമ്മൾ നോർമൽ ഈസി സിമ്പിൾ ബേസിക് വൺ ആണ് ആക്കുന്നത്. സോ വി ഗോട്ട് 2 പൈനാപ്പിൾസ്. ഐ ഡോണ്ട് നോ 40 പേർക്ക് ഇത് കൂടുതലാണോ കുറവാണോ. ഇറ്റ്സ് റിയലി ഗുഡ്. കണ്ടതിൽ പഴുത്തത് വെച്ച് ഞാൻ നോക്കിയെടുത്തു. ബട്ട് ഇത് കട്ടൻ ചെത്തി കളഞ്ഞ് വരുമ്പോഴേക്കും മേ ബി ഇത് എത്ര ബാക്കിയുണ്ടാവുന്നൊക്കെ പറയാൻ പറ്റില്ല. ആൻഡ് ഐ ഈവൻ ഗോട്ട് മുന്തിരി. അതില്ല അഡ്ജസ്റ്റ് ചെയ്യാം. യാ സോ ബിഫോർ ദാറ്റ് ഞാനൊന്ന് ലഞ്ചെല്ലാം കഴിച്ച് വരാം. ഐ ക്യാൻ ഷോ യു സംതിങ്. ഞാൻ പുട്ട് ഫ്രീസ് ചെയ്തിട്ടുണ്ട്. സോ ലെറ്റ് മീ ഷോ യു. ദിസ് ഇസ് മൈ ഫ്രോസൺ പുട്ട്. Can you see? And I'll show you. ഞാനതെങ്ങനെ പൂ പോലത്തെ പുട്ട്. ദിസ് ഇസ് റാഗി പുട്ട്. ഓക്കെ, ഇത് ഞാനെങ്ങനെ സോഫ്റ്റ് ആക്കുന്നതെന്ന് കാണിക്കുന്നൊന്നുമില്ല. ജസ്റ്റ് ഒരു ഗ്ലാസ് ഓഫ് വാട്ടർ ഒരു മഗ്ഗിൽ അവൻ്റെ അകത്ത് പകുതി വെള്ളം വെക്കുക. ആൻഡ് യുവർ പുട്ട് വിൽ ബി സോഫ്റ്റ് ആസ് പഞ്ഞി. Look at that. Can you see? Soft. This is just as soft as നമ്മൾ ആക്കിയ പോലെ. ലഞ്ച് സെറ്റ് ഡേ. ഈ ചിക്കൻ കറി അമൽ ഇന്നലെ ആക്കിയതാ. നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും പുട്ടൊക്കെ എന്തിനാ ഫ്രീസ് ചെയ്യുന്നതെന്ന്. ആക്ച്വലി ഇത് എനിക്കൊന്ന് 2 ആഴ്ച മുന്നേ ആകുമ്പറ്റും പുട്ടും എന്തോ ചെറുപയർ കറി സംതിങ് ആയിരുന്നു. അപ്പോൾ അതിന് ഒരു കഷ്ണം പുട്ട് എക്സ്ട്രാ വന്നു. നെക്സ്റ്റ് ഡേ വീണ്ടും പുട്ട് കഴിക്കണമെന്ന് വെച്ചിട്ട് ഞാൻ പുട്ടെടുത്ത് ഫ്രീസറിൽ വെച്ചു. ഒരു കണ്ടെയ്നറിലാണ് യൂഷ്വലി ഇതാക്കുക. ബട്ട് അതല്ലാണ്ട് നമുക്ക് ഫ്രീസർ ബാഗ്സ് കിട്ടും. അപ്പോൾ ഞാൻ ഫ്രീസർ ബാഗിലിട്ടാണ് വെച്ചത്. ആക്ച്വലി മീനും ഇതൊക്കെ സൂക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ഫ്രീസർ ബാഗ് യൂസ് ചെയ്യുക. ഞാൻ ഇതിനെ യൂസ് ചെയ്തു. ഇറ്റ്സ് റിയലി ഹെൽപ്ഫുൾ. എന്തിനാണ് വെറുതെ ഒരു നേരത്തേക്ക് ഒരു കഷ്ണം ഫുഡ് ഉണ്ടാക്കുന്നത്. എസ്പെഷ്യലി വെൻ ലഞ്ചിന് ഞാൻ മാത്രമല്ലേ വീട്ടിലുള്ളൂ. അപ്പം ഞാനിത് വേഗം കഴിച്ചു തീർത്തിട്ട് വരാം. ഞാൻ ഒന്നുകൂടി പുട്ടിൻ്റെ ടെക്സ്ചർ ഒന്നുകൂടെ ഞാൻ കാണിച്ചതാണ്. മൈ തോർത്ത്. ഓക്കെ, വീട്ടിൽ സംസാരിച്ചുകൊണ്ട് പൈനാപ്പിൾ എല്ലാം ചോപ്പ് ചെയ്ത് വെച്ചു. ഐ എം നോട്ട് ഷ്യൂർ ഇഫ് ഇത്ര മതിയാവോ. ബട്ട് അമ്മ പറഞ്ഞു ചിലപ്പോൾ മതിയാവും. സി ഐ തിങ്ക് മതിയാവും. ബിക്കോസ് നമ്മൾ ഇത് നിങ്ങൾ തൊട്ടുകൂട്ടുന്ന കറിയോ സംതിങ് തൊട്ടുകൂട്ട് ഇങ്ങനെ ജസ്റ്റ് സൈഡിലിടുന്ന കറിയാണല്ലോ. പിന്നെ ഇതിൻ്റെ കൂടെ തേങ്ങ അരച്ചതും ഒക്കെ സാധനങ്ങളൊക്കെ വരുമ്പോൾ സെറ്റ് ആവുമായിരിക്കും. ബിക്കോസ് വി ഓൾസോ ഹാവ് മുന്തിരി. Now let's cut the mundiris. ഒരു പൈനാപ്പിൾ വെച്ചുള്ളൂ. ഐ തിങ്ക് ദിവാനി ദിവാനി ഇത് പച്ചയാണോ? നമുക്കിത് കുക്ക് ചെയ്ത് നോക്കാം മേ ബി. കാരണം ഞാൻ പിന്നെ ആലോചിച്ചു ഓരോ സ്പൂണല്ലേ ഓരോ ഇലയിലും ഇടുള്ളൂ. അപ്പൊ 40 പേർക്ക് എന്നുള്ളത് മേ ബി 40 കൂടാ. Are you gonna make a charmur? Oh man. Yeah, പറഞ്ഞു തന്നത് നമ്മൾ പൈനാപ്പിൾ പച്ചടിക്കുള്ള ബേസ് ആയിക്കൊണ്ടിരിക്കുക. സോ ഇത് തിളച്ചു. ഇത് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. എൻ്റെ തേങ്ങ അരച്ചിട്ടുണ്ട്. എനിക്ക് തോന്നുന്നത് അതിൻ്റെ തൊഴിക്കലാണോ അതോ തിളച്ച് വരുമ്പോൾ കുറച്ച് ഓപ്പൺ ചെയ്തിരിക്കട്ടെ. നമ്മുടെ അടുത്ത് മിക്സി ഇല്ല, അതുകൊണ്ട് വി യൂസ് ദിസ് ബ്ലെൻഡർ. കുറച്ചുകൂടെ അറിയാനുണ്ട്. പ്രശ്നം എന്താണെന്നറിയോ, ഞാൻ ഇഞ്ചി കട്ട് ചെയ്തതും പൈനാപ്പിൾ കട്ട് ചെയ്തതും ഒരേ ഷേപ്പിലാണ്. ഇറ്റ് ഈസ് സംബഡി എൽസ് എനിക്ക് ഇഞ്ചി കടിക്കാൻ കിട്ടിയെങ്കിൽ ഓഫ് കോഴ്സ് ഞാൻ കുറ്റം പറയും. ഐ വിൽ ബി ലൈക്ക് ഓരെങ്കിലും ഇഞ്ചി ഇങ്ങനെ കട്ട് ചെയ്തിടുവോ. ഇത് തിളയ്ക്കുന്ന നേരം ശരിക്കും വീഡിയോയിൽ ഇത്രേ ഉള്ളൂ. ഇത് കഴിഞ്ഞിട്ട് ഇനി തൈര് ഒഴിക്കുക. പിന്നെ എന്തോ ടെമ്പർ ചെയ്തിട്ട് നമ്മൾ കടുക് പൊട്ടിച്ച് ഇടുന്നില്ലേ, ആ പരിപാടി കൂടി കഴിഞ്ഞാൽ പൈനാപ്പിൾ പച്ചടി റെഡി. I didn't know it was such an easy process. പിന്നെ മുന്തിരി, ചിലവർ മുന്തിരി ഇടും. പിന്നെ ഗ്രേപ്സ് ഇടുന്നുണ്ട്. ഞാൻ ഗ്രേപ്സ് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് നാളെ രാവിലെ ഇട്ടാൽ പോലെ. ഐ തോട്ട് ലൈക്ക് ഇതിപ്പം കോക്കനട്ട് ഇടുന്നവരെ ഇന്ന് ചെയ്തിട്ട് ഇത് നാളെ രാവിലെ ഒന്നും കൂടി തിളപ്പിച്ച് ജസ്റ്റ് ഒന്ന് തിളപ്പിച്ച് ആ ഒരു മീഡിയം. ഐ തിങ്ക് ദാറ്റ് വർക്ക്സ്. ബിക്കോസ് ഞങ്ങൾക്കിത് ഹവേരിയിലേക്ക് കൊണ്ടുപോകണം. ഇവിടുന്ന് 1 hour ട്രാവൽ ഉണ്ട്. അപ്പോൾ അത് കഴിഞ്ഞ് ആ പരിപാടിക്ക് ആകുമ്പോഴത്തേക്ക് ഒരു സമയം ആവുമല്ലോ. സോ ഐ തിങ്ക് ദിസ് ഇസ് ദ ബെസ്റ്റ് ഓപ്ഷൻ. നമ്മളിപ്പോൾ വെതർ തണുപ്പായതുകൊണ്ട് പുറത്ത് വെച്ചാൽ മതി എന്ന് തോന്നുന്നു. അല്ലേ, ഫ്രിഡ്ജ് കയറ്റാം. ബട്ട് ഫുള്ളി കൂൾ ആവാണ്ട് ഫ്രിഡ്ജ് കയറ്റിയിട്ട് കാര്യമില്ല. എനിവേസ്, ദാറ്റ്സ് ഇറ്റ് ഫോർ ടുഡേയ്സ് വീഡിയോ.
പിന്നെന്താണ്, are you guys excited for ഓണം? എന്തൊരു ചോദ്യം അല്ലേ. അപ്പൊ how was your ഓണം? മുന്തിരി കാണിക്കാൻ വേണ്ടി ഞാൻ മുന്തിരി കാണിച്ചില്ലല്ലോ. ഞാൻ ഇന്ന് വീഡിയോ കോൾ, ഞാൻ വീട്ടിൽ വിളിച്ച് വീഡിയോ കോൾ ചെയ്യുന്ന സമയത്ത് അമ്മ ഇന്ന് പൂ ഇടുന്നത് കാണിച്ചു. That was the first time in my life ഞാൻ അമ്മ പൂ ഇടുന്നത് കണ്ടത്. നോ, ഞാൻ ഇതുവരെ ഓണത്തിന് നാട്ടിലുണ്ടായിട്ടില്ല. ഇതുവരെ ഞാൻ വളർന്നതെല്ലാം ഐ തിങ്ക് എൻ്റെ 2 വയസ്സിലെ ഓണം നാട്ടിലായിരുന്നു. ഒരു ഫോട്ടോ ഉണ്ട്. അപ്പം ഞാൻ പഠിച്ചു വളർന്നതെല്ലാം പുറത്തായിരുന്നു. അപ്പം ഓണം ടൈം ഒരിക്കലും നാട്ടിൽ വരാൻ പറ്റാറില്ല. സോ ഐ നെവർ ഗോട്ട് ടു സെലിബ്രേറ്റ് ഓണം. ആൻഡ് 2 വർഷം മുന്നേ ഇങ്ങോട്ട് വന്നു. ഞാൻ നാട്ടിൽ സെറ്റിൽ ആയപ്പോൾ തന്നെ ഐ ഗോട്ട് മാരീഡ്. സോ ആ ഒരു ഓപ്പർച്യൂണിറ്റി നഷ്ടപ്പെട്ടു. ആൻഡ് ഹിയർ ഐ ആം മേക്കിംഗ് പൈനാപ്പിൾ പച്ചടി ഇങ്ങനെ ഇളക്കുക. അപ്പൊ ടെൽ മീ അബൌട്ട് യുവർ ഓണം നാട്ടില്. ആണോ? I'm a little busy. So ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ. This was our ഓണം prep video. And ഇനി അടുത്ത വീഡിയോ ഓണപരിപാടി ആയിരിക്കും. ഈ വീഡിയോ ഞാൻ ഓൾമോസ്റ്റ് പകുതി എഡിറ്റ് ചെയ്ത് വെച്ചു. അത് വേണമെങ്കിൽ എനിക്ക് ഇന്ന് തന്നെ പോസ്റ്റ് ചെയ്യാം. ഇന്ന് രാവിലത്തെ പണിയായിരുന്നു. ഐ എഡിറ്റഡ് ദാറ്റ് വീഡിയോ. ഇന്ന് എന്തൊക്കെ പണി ഞാൻ ചെയ്തു ഈശ്വര. രാവിലെ എണീറ്റ് ഉടനെ ചെയ്ത പണിയായിരുന്നു വീഡിയോ എഡിറ്റ് ചെയ്യൽ. And thank you for watching and see you in the next one. Bye bye. നമ്മുടെ പൈനാപ്പിൾ പച്ചടിയിൽ ഔട്ട്രോ ചെയ്യാം നമുക്ക്. Bye bye.